ഗൈസ്, ഇന്ന് ഞായറാഴ്ചത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള അരിയൊക്കെ ഇവിടെ കഴുകാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ അരിയാണ് കേട്ടോ. അപ്പോൾ ആ അരി ഒരു പാത്രത്തിലാക്കിയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പച്ചമുളകെല്ലാം തൊട്ടിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കലത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പുറത്താണെങ്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണി ഒരു വാഴയിൽ പൊതിഞ്ഞിട്ട് തിന്നണമെന്നുണ്ട്. അപ്പോൾ ഞാൻ തറവാട്ടിൽ പോയിട്ട് ഇലയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഇപ്പോഴും ഇതിങ്ങനെ നല്ല വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അരി കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പോയിട്ടൊന്ന് വെറുതെ കൈയൊക്കെ ഇട്ടിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അവിടെ മല്ലിച്ചപ്പും പുതിനയില എല്ലാം വേറെ വേറെ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ക്ലിപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതേ അരിയൊക്കെ സെറ്റാക്കി ഇനിയിപ്പോൾ അതിലേക്ക് ഇടണം. അങ്ങനെ ഇട്ട് നമ്മൾ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മല്ലിച്ചപ്പും എല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ മേലെ അങ്ങനെ ജസ്റ്റ് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ അത് അടച്ചതിന് ശേഷം കനലൊക്കെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ദമ്മ് പൊട്ടിച്ചിട്ട് കാണാം. അപ്പോൾ ഇത് പൊട്ടിച്ചു ആ മല്ലിച്ചപ്പും പുതിനയെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. പിന്നെ അത് മിക്സ് ചെയ്യാം കേട്ടോ. ആ നേരത്തിൽ ഞാൻ നമ്മളെ ഇലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഉച്ചയ്ക്ക് തിന്നുമ്പോൾ ഇങ്ങനെ പ്ലേറ്റിലാക്കി തിന്നും. അപ്പോൾ ഇത് സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ നാരങ്ങച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ഇതേപോലെയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ തിന്നത്. പിന്നെ വൈറ്റ് വെള്ള കളറിൽ കാണുന്ന ചോറ് ഞാൻ എനിക്ക് വേണ്ടി വേറെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞതാണ്. ഞാൻ അങ്ങനത്തെ ചോറാണ് കേട്ടോ തിന്നൽ. മറ്റേത് എനിക്ക് ഇങ്ങനത്തെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കഴിച്ചും കൊണ്ടിരിക്കുക. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി പിന്നെ ഞാൻ ഇലയിൽ ചോറ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചോറ് ബിരിയാണി ഞാൻ വൈകുന്നേരമാണ് കഴിക്കുക. അപ്പോൾ കുറച്ച് ഇലേൻ്റെ മണം ടേസ്റ്റൊക്കെ വരും. അപ്പോൾ ആ ബിരിയാണി ഞാൻ പൊതിഞ്ഞത് വൈകുന്നേരമാണ് കഴിക്കുക. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കി, നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ ബിരിയാണി കഴിക്കലുണ്ട്. പിന്നെ എൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ആ ഒരു ബിരിയാണി തുറന്നു, ഇലയിൽ പൊതിഞ്ഞത്. അപ്പോൾ അതേ ഇങ്ങനെയായിരുന്നു ഉണ്ടായത്. നല്ല ഇലയൊക്കെ വാട്ടിയിട്ടാണ് പൊതിഞ്ഞത്. അപ്പോൾ നല്ല പോലെ തന്നെ ഇങ്ങനെ ഇലയൊക്കെ വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ചിക്കൻ പീസൊക്കെ എടുത്തിട്ട് സാലഡും അച്ചാറും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് കഴിച്ച് നോക്കാം കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താ ചിരിച്ചും കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നുറുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. നുറുക്കും ചായയും കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നുറുക്കും ചായയും കഴിച്ചു. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ പൊരി കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.